മൈ ഗാഡ്, എന്തോടത്? നജീബേ, എടാ ചേട്ടാ ഈ റൂം ഓർമ്മ ഉണ്ടോ? നമുക്ക് കഴിഞ്ഞപ്പോൾ ഈ റൂം അടച്ചിട്ടൊക്കെ ആയിരുന്നു, ലോക്കായിരുന്നു ഈ റൂം. ഇതുകൊണ്ടോടാ എന്താ ദൈവമേ, അടുത്തതായിരുന്നു. എന്റെ മുന്നേ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പിടിച്ച് മാറിയിട്ടുണ്ടത്. സത്യം പറഞ്ഞാൽ എക്സ്ട്രീം ക്യാപ്ചറാണ് ഞങ്ങൾ കണ്ടതിപ്പോൾ. എന്റെ ദൈവമേ, അയ്യോ ഈശ്വരാ, കല്ല് പൊത്തു വന്നിട്ട് ദേഹത്തോടെ ശരിയാടാ. എടാ എന്താടാ എടാ എടാ പോയി നോക്കണോ? എന്താടാ അത്? നോക്കട്ടെ എടുത്തിരി. സോ ഗൈസ്, ആളെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. കാരണം വന്നിട്ട് നജീബിന് ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസും ഭയങ്കരമായിട്ട് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അതേ സെയിം കാര്യം തന്നെ. പക്ഷെ ചെക്കനോട് പറഞ്ഞാലും മനസ്സിലാവൂല. എന്നെ വിളിച്ചിട്ട് വരുന്നില്ല. കേസുവിന് എന്ത് നമുക്ക് അല്ലെങ്കിൽ തന്നെ സീനാണ് ഇവിടെ. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, എന്തോടത്? എടാ നജീബേ, എന്റെ ദൈവമേ, എന്തോടത്? പറഞ്ഞത് നമ്മളെ പിടിച്ചിട്ട് തിന്നും കളഞ്ഞല്ലോ, തീർന്നിട്ടാ നമ്മളെ പിടിച്ചിട്ട് തിന്നും കളയോടത്. ഇത്ര അനുഭവിച്ച പോലെ ഇതിന്റെ കാരണം കുട്ടിച്ചാത്ത. ഹലോ ആരാത്? ആരാണിത്? ഹലോ ഹലോ ആരാത്? ഹലോ, അതല്ലേ ഞാനും പറഞ്ഞത്. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അനങ്ങുന്നില്ല സംഭവം. എന്റെ ദൈവം തമ്പുരാനെ. ഓ മൈ ഗാഡ്, ആരാത്? ഹലോ ഹലോ, എനിക്കറിയാൻ പാടില്ല. ഞാൻ നിന്റെ ഇത്ര നേരം പറഞ്ഞത് തന്നെയല്ലേ. നീ വല്ലതും കേൾക്കുന്നുണ്ടാ? നീ ഒന്നും അനുസരിക്കണ ഞാൻ പറയണത്. ഓ മൈ ഗാഡ്, ഹലോ ആരാത്? എടാ സിയോനോട് പോന്നടാ. പിന്നെ കാണുമ്പോ തന്നെ ഓടിച്ചില്ല. നിന്റെ അമ്മായിനെ പോലെയല്ല അത്. എന്താ കാണുന്നില്ല? അതന്നെയാണ് ഞാനും പറഞ്ഞത്. കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. എന്തുകൂടത്? എനിക്കറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് ഞാനിന്ന് പറയാനാ. ഓ മൈ ഗോഡ്, എല്ലാവരും ഒന്നും അറിയാം. ഇതാണ് ഇത്ര നേരം ഇട്ട് കാണിച്ചോണ്ടിരുന്നവിടെ. അതറിയാം. ഇത് തന്നെയാണ് നേരത്തെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് തീ കത്തിച്ചോണ്ടിരുന്ന വെച്ചത്. ചോറ് വെക്കണേന്ന് അവിടെ. ഗൈസ്
എക്സ്ട്രീമായിട്ട് ഇപ്പോൾ ഒരു രൂപത്തെ ക്യാപ്ചർ ചെയ്ത് ഒരു ഗോസ്റ്റ് ഞങ്ങളിപ്പോൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അജുവും കൂടി. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമോ എക്സ്ട്രീം. സൂര്യ സൗണ്ട് ഹലോ 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 ഗൈസ് ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? അവിടെ പോയാൽ ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ വേറൊരു മന്ത്രവാദി തീ മുട്ട അവൻ ചവിട്ടി പൊട്ടിച്ച് അവൻ ആരുടെ പിടിച്ച് വലിക്കുന്നു. ഇതാടാ എന്തുകൂടത് കല്ലാണത്. കല്ലാണ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് സത്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം അൺപ്രോപ്പറായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നു പറയത്തില്ലേ, അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ഇവിടുന്ന് കേൾക്കുന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുനിന്ന് കേൾക്കുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കേൾക്കുന്നു. ആ സൈഡിൽ നിന്ന് വന്നിട്ട് മന്ത്രവാദി മന്ത്രം ജ്വലിക്കുന്നു, തീ കത്തിക്കുന്നു, മുട്ട ഈ നജീബിനെ വലിച്ചുകൊണ്ട് പോകുന്നു, അവൻ താഴെ വീഴുന്നു, അവന് ഛർദ്ദിക്കാൻ വരുന്നു. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗോസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു, കറുത്ത രൂപത്തെ ക്യാപ്ചർ ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ എനർജി ഇങ്ങനെ വലിച്ചെടുത്തങ്ങ് കഴിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വയ്യ, എനിക്ക് അജീവനും ടോട്ടലായിട്ട് വയ്യ. ഒരുമാതിരി ബോഡി ഭയങ്കരമായിട്ട് ഡൗൺ ആവുക. എന്തൊരു സൗണ്ട് അറിയാൻ പാടില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. അതാ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വന്നിട്ട് ഞാൻ 2 തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ നിങ്ങൾ വീഡിയോ കണ്ടു കാണും, സെക്കൻഡ് ടൈം വീഡിയോ കണ്ടു. ബട്ട് ഇത്രയും സൂര്യ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് ചോദിക്കട്ടെ. എടാ എല്ലാരും കിടന്നുറങ്ങണേടാ, എല്ലാരും കിടന്നുറങ്ങണേ. നമ്മളീ കിടന്നിട്ട് ശരി കലഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് മരണം വരെ മുമ്പിൽ കണ്ടോണ്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യണേ. ഇത്രയും ചെയ്ത് ഇവർക്ക് ഓരോന്ന് നമ്മ കാണിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഇത്ര നെഗറ്റീവ് ആ അതായത് ഈ രാവിലെ വെളിക്ക് പോകത്തില്ലേ, ഈ രാവിലെ വെളിക്ക് പോകുന്ന കാര്യം തന്നെ സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാൻ പറ്റും, അത് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന കുറേ പാൽക്കുപ്പികളുള്ള ഒരു നാടാണിത്. സോ നമുക്ക് വന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ആ പാൽക്കുപ്പികളുടെ അംഗീകാരം നമുക്ക് ആവശ്യമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓടിയാൽ മതി. നമ്മൾ കഷ്ടപ്പെടുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സാറ്റിസ്ഫൈക്ക് വേണ്ടിയിട്ടാണ്. ഈ കണ്ടവന്മാരുടെ അംഗീകാരം നമുക്ക് ആവശ്യമേ ഇല്ല. അതുകൊണ്ട് അതൊന്നും മൈൻഡ് കയറ്റി വേണ്ട, നീ വിട്. നമുക്ക് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാം, കണ്ടിന്യൂ ആയിട്ട്. ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ വീണ്ടും എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അപ്പുറത്ത് മറ്റേ ഞാൻ പറഞ്ഞില്ല, മറ്റേ ആ ഒരു വിൻഡോയിൽ കൂടെ നിന്ന് ഒരു രൂപം നിൽക്കുന്നതായിട്ടും അത് കണ്ടിട്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു വിൻഡോയും കാണിക്കാം. അകത്ത് റൂമുണ്ട്, അതുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ വണ്ടി കൊണ്ടൊക്കെ ചെയ്യാം. ഹരി ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ പെർഫെക്റ്റ് ആണോ? ഓക്കെ. ആക്ച്വലി ഈ റൂം നമ്മൾ നോക്കിയിട്ട് പോലില്ല. നമ്മൾ ഇവിടെ നമ്മൾ ഇൻട്രോ പറഞ്ഞത് പ്രത്യേകം നോക്കാനില്ല. ഗൈസ് എടാ ചേട്ടാ, ഈ റൂം നീ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ അപ്പോൾ ഈ റൂം അടച്ചിട്ടൊക്കെ ആയിരുന്നു, ലോക്കായിരുന്നു ഈ റൂം. അവിടെ ഇതുകൊണ്ടോ എൻ്റെ ദൈവമേ, പട്ടിയുടെ കടന്ന്. ഓ മൈ ഗാഡ്, എൻ്റെ ദൈവമേ. ഗൈസ് കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഈ റൂം ആക്ച്വലി നമുക്ക് ക്ലോസ്ഡായിരുന്നു, അടച്ചിട്ടൊക്കെ റൂം. ഈ തവണ നമ്മൾ തുറന്നിട്ടൊക്കെ വേണം.
ഇതുകൊണ്ട് അടുത്ത തരം എൻ്റെ ദൈവം. ഇവിടെ ദൈവണ്ടോ അതിൻ്റെ ബോഡി പാർട്സൊക്കെ. എത്ര പട്ടിയാണോ ചത്ത് കിടക്കുന്നത് ഇവിടെ? എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നെ, എന്തോടത്? ദൈവണ്ടോ അടുത്തത്. ഗായ്സ്, എത്രയാണ് ഈ പട്ടി ചത്ത് കിടക്കുന്നത് ഇവിടെ? ഇവിടെ എത്ര പട്ടിയോട് ചത്ത് കിടക്കുന്നത് ഇവിടെ? എൻ്റെ ദൈവമേ, അതെങ്ങനെയാണ് ഈ അടച്ചിട്ട റൂമിൽ പട്ടിയും ചത്ത് കിടക്കുന്നത്? ഗായ്സിന് പട്ടി വല്ല ബലി കൊടുത്താണെന്ന് അറിയത്തില്ല. അടച്ചിട്ട മുറിയിൽ വന്നിട്ട് 3 പട്ടി ചത്ത് കിടക്കുന്നു. ശരീരമൊക്കെ പോയി. ഇതില് മണ്ണായിട്ട് മണ്ണാടി കിടക്കണം. എൻ്റെ ദൈവമേ, ഇത് കണ്ടോടോ, എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഇവിടെ എന്താണത്? എൻ്റെ ദൈവമേ, ഇവിടെ എന്തോടത്? ഞാൻ നിന്റെ പറഞ്ഞിട്ട നേരത്തെ ഞാൻ നിന്റെ പറഞ്ഞോടത്ത് പോവാന്ന്. എല്ലായിടത്തും നമുക്ക് ഇവിടെ എങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്തോടത്? മനസ്സിലാക്കി, ഞാൻ പറയണമെന്ന് മനസ്സിലാക്കി. ഇതുവരെ കുറച്ച് ലൊക്കേഷൻ ഞാൻ പോയിട്ട് ഇതുവരെ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ. എടാ ഇത് നോക്കിയടാ, നീ നമ്മളെ ഫ്രണ്ട് എവിടെ ചെന്നാൽ അവിടെ എന്നെ പിടിച്ച് അടിക്കണം. പിന്നെ നമ്മളെ ഫ്രണ്ട് പിന്നെ മുകളിൽ കാണുന്നു, ഇവിടെ കാണുന്നു. എവിടെ പോയാലും പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് വയ്ക്കാൻ നമ്മുടെ അടുത്ത് കാണൂലത്. ഇത് എന്താണ് ഈ കാണുന്നത്? എടാ നമ്മളെ കൊല്ലൂടത്. നീ പറഞ്ഞാൽ മനസ്സിലാവൂല. പ്രേതമാണെങ്കിലെ നിന്നെ കണ്ടടാ ഈ പേടി വരുന്നത്. മിണ്ടായിടാ, ഇവിടെ മിണ്ടാണ്ടിരിക്കാൻ നമ്മളെ ശരിയാവൂല. നമുക്ക് ഇവിടുന്ന് പ്രേതത്തെ കണ്ട പേടിയില്ല, നിന്റെ സൗണ്ട് കേട്ടാ പേടി വരുന്നത്. മിണ്ടായിടാ ഒന്ന്. എന്തോടത്? അനങ്ങൊന്നിടത്, എന്തോടത്? പാട്ടും പാറണ്ട് തോന്നുന്നത്, ശബ്ദമൊക്കെ ദൈവം തമ്പുരാന്, എന്തോടത്? എടാ നിന്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാവൂല. എടാ നിന്റെ അടുത്ത് എത്ര പറയാനും നിനക്ക് മനസ്സിലാവൂല. അതിന്റെ കാര്യത്തിൽ മാത്രമേ നിന്റെ കാര്യത്തിലേക്കുള്ളത്. എന്റെ ദൈവം തമ്പുരാനെ, എണിച്ച് പോടാ ഇവിടുന്ന്. നീ വാ വാ വാ. ഗൈസ്, അത് വന്നിട്ട് എണിച്ച് മാറിയിട്ടുണ്ടത്. സത്യം പറഞ്ഞാൽ എക്സ്ട്രീം ക്യാപ്ചർ എന്ന് വെച്ചാൽ എക്സ്ട്രീം ക്യാപ്ചറാണ് ഞങ്ങൾ കണ്ടതിപ്പോൾ. ഓക്കെ ഓക്കെ, ഈ കസാറിലിരിക്കുന്നുണ്ട്. പോണ്ടാ, ഞാനില്ല അതിന്റെ ഉള്ളിലോട്ട്. ഞാനില്ല അതിന്റെ ഉള്ളിലോട്ട് വന്നു. ഞാൻ എനിക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പണി മേടിച്ചോക്കെ. ഈ ചെക്കനെടുത്ത് പറഞ്ഞാ കേൾക്കൂല. പോണ്ടടാ, പറഞ്ഞേക്കടാ. സൂര്യാടാ, ശബ്ദമൊക്കെ കേൾക്കാൻ. ഇവിടെ ഇരിക്കുന്ന കണ്ടത്. എന്റെ ദൈവമേ, പറഞ്ഞു. എടാ എടാ, സൂര്യ പറഞ്ഞേക്കട, വേണ്ട നിർത്താടാ, പോവാടാ. ദൈവമേ, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്.
പല തവണ നിന്റെ അടുത്ത് പറയണ കഴിഞ്ഞ നമ്മുടെ എൻ്റെ പൊന്നു ഇവിടെ എനിക്കാണ് തെറിച്ചു വന്നത്. ഇവിടെ എന്തുകൂടത് നടന്നൊരു കാര്യമില്ല. എന്റെ അടുത്ത് പോയിരുന്നൂടെ വന്നിട്ട് പോട്ടെ. അത് ഒറ്റടിക്ക് ആ സോഡ ഗ്ലാസ് തെറിക്ക് മിണ്ടായിരുന്നോ പറഞ്ഞേ പറയണേക്കാണ് നീ. എന്ത് കാണിക്കോടെ നീ നിനക്ക് എന്താ പറ്റിയേ? എൻ്റെ ദൈവമേ, അയ്യോ ഈശ്വരാ. ഓ അതേ ദൈവമേ, കല്ല് പൊത്തു വന്നിട്ട് ദൈവത്തോടെ ഇവിടെ എന്തിനാ അലങ്ങാൻ നിൽക്കുന്നതിന്? പിന്നെ ഞാനെന്താ കാണിക്കാനാണ് ഇതിനെ പേടി ഓടിക്കൊണ്ടിരിക്കണം. അയ്യോ അയ്യോണ്ടോ തല കല്ലി വീടാ. റൂമിൽ കയറാ. ഓ എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, അയ്യോ എന്തുകൂടെ രജുവ എന്തോ ദൈവമേ. കുറച്ച് വെള്ളം താളാ. ചത്തേനാടാ ഇപ്പൊ. എന്തോടെ ഇപ്പൊ നടന്നു ഇവിടെ? കുറച്ച് വെള്ളം താളാ. ഓ മൈ ഗോഡ്, തൊണ്ട പോയടാ. ഭായിലുണ്ടോ വെള്ളം പോയെടുത്ത് കൂടി പോ. എവിടെയാണ്? കോണാത്തില് അവിടെ ഇരിപ്പുണ്ടാ ഭായി, ഇവിടുത്തെ വിടരാ പോയി. അത് സത്യം പറയാ, ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. അമ്മാതിരി ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ കൊണ്ട് ഓടി ഓട്ടം എന്നൊക്കെ പറയത്തില്ലേ, അത് ഫസ്റ്റ് ടൈം എൻ്റെ കൺമുമ്പിൽ വന്ന് കാണിച്ചത് എനിക്ക്. ഓ ഇവിടെ എന്തുവാടാ? പുറത്തു വാടാ. എന്ത് ഇവിടെ കഴിഞ്ഞിട്ടോ നജീബേ, ഞാൻ സംസാരിക്കാൻ നീ വെള്ളം തുറക്കാം. ഓ മൈ ഗോഡ്, പെട്ടെന്ന് കൂടി. ഓ എൻ്റെ ദൈവം തമ്പുരാനെ, എന്തോ നടക്കുന്നു ഇവിടെ. പിടിച്ച് ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞാൻ നജീബും കൂടി ടെറസ് വന്നിരിക്കുകയാണ്. സോ ടെറസ് മീൻ ആ ഒരു മേളത്തെ റൂഫ് ഉണ്ടല്ലോ, ആ റൂഫിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നൈറ്റ് ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സോ
നൈറ്റ് വിഷൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഡയറക്ഷൻ നോക്കി തന്നെ നൈറ്റ് വിഷൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് വന്നിട്ട് പവർ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, എന്നിട്ടാണ് നൈറ്റ് വിഷൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ നജീബ് കൂടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. നജീബേ ഓക്കെ അല്ലേ? എന്താണ് എൻ്റെ അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. എല്ലാം ഓക്കെ അല്ലേ? മറ്റേ കാര്യങ്ങൾ പേടിക്കണ്ട, കൂളായിട്ടിരി കേട്ടോ, മാക്സിമം കൂളായിട്ടിരി. ഓക്കെ, എന്ത് വന്നാലും എനിക്ക് ഓടല്ല, ഫുൾ ഇരുട്ടാണ് കേട്ടോ.